നമസ്കാരം സുഹൃത്തുക്കളെ. ആകാശത്ത് വെച്ച വിമാനത്തിന്റെ വാതിൽ തുറക്കാൻ ശ്രമിച്ച മലയാളി യുവാവ് ക്വാലാലംപൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് വന്ന ബാട്ടിക് എയർലൈൻസ് ആണ് സംഭവം. എമർജൻസി വാതിലിന്റെ വിൻഡോ പാനലിലെ ഒരു പാളി അടിച്ചു പൊട്ടിച്ച ശേഷം അടിയന്തര വാതിൽ തുറക്കാൻ ശ്രമിക്കുകയായിരുന്നു. സഹയാത്രികർ യുവാവിനെ കീഴ്പ്പെടുത്തിയതുകൊണ്ടാണ് വൻ അപകടം ഒഴിവായത്. നടന്നത് എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? 100% ജിഹാദാണ്. സംശയം ഉണ്ടായിരിക്കും അല്ലേ? പറഞ്ഞുതരാം. ഇയാൾ ഇത് ചെയ്തത് മദ്യപിച്ചിട്ടാണോ? അല്ല. പാലക്കാട് സ്വദേശിയായ ജംഷീർ എന്ന് പറഞ്ഞ വ്യക്തി റിപ്പീറ്റ് പാലക്കാട് സ്വദേശിയായ ജംഷീർ എന്ന ഈ വ്യക്തി മദ്യപിച്ചിട്ടല്ല ഇത് ചെയ്തത്. പിന്നെയോ, അദ്ദേഹത്തിന് എന്തെങ്കിലും മാനസിക അസ്വസ്ഥതയുണ്ടായിരുന്നു? അതുമില്ല. അയാൾ വളരെ നോർമലായിട്ട് ചാവണം, അയാൾക്ക് സ്വയം ചാവണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ചെയ്തത് എന്ന് അയാൾ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ ഇതിനകം തന്നെ കുറ്റമേറ്റ് കഴിഞ്ഞു. അപ്പോൾ ഈ വാർത്ത പുറത്തു വന്ന് ഇതിൻ്റെ മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസി ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യാൻ വേണ്ടി കസ്റ്റഡിയിലെടുക്കാൻ പോവുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ കേരളത്തിലേക്ക് വന്ന ഒരു വിമാനം, ആ വിമാനത്തിൻ്റെ ജനൽ ഗ്ലാസ് ഇടിച്ചു പൊളിക്കുന്നു. പിന്നീട് എമർജൻസി ഡോർ പൊളിക്കാനുള്ള ഉദ്ദേശമായിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കുമെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്കറിയാം. ആ വിമാനം തകരും. മാത്രമല്ല, ആ വിമാനത്തിനകത്തുള്ള ആളുകൾ മാത്രമല്ല കൊല്ലപ്പെടുക, അവനും കൊല്ലപ്പെടും. അത് ചെന്ന് പതിക്കുന്ന ഇടം ജനവാസ കേന്ദ്രമാണെങ്കിൽ അവിടെയുള്ള ആളുകൾക്കും ജീവഹാനി ഉണ്ടാവും. വലിയ ഒരു ദുരന്തമായിരിക്കും ഉണ്ടാവുക. അതിലുള്ള നൂറിന് മുകളിൽ ആൾക്കാർ ഉണ്ടെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റും. അത് ചെന്ന് പതിക്കുന്നിടത്ത് ചിലപ്പം ഒരുപാട് ആളുകൾ താമസിക്കുന്ന ഒരു ഹൗസിംഗ് കോളനി പോലുള്ള ഒരു ഇടങ്ങളിലേക്കാണ് അത് വീഴുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലോ അതുപോലുള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ ഊഹിക്കുന്നേക്കാൾ കൂടുതലായിരിക്കും ആൾനാശവും മറ്റു നാശനഷ്ടങ്ങളും ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എത്ര വലിയ ഒരു ദുരന്തമായിരുന്നു എന്ന് ആലോചിക്കുക. അവിടെ കൃത്യമായിട്ടും അവൻ ശ്രമിച്ചത് ജിഹാദിനാണ്. അവൻ തന്നെ പറയുന്നു, അവൻ സ്വയം ചാവാൻ വേണ്ടി ചെയ്തതാണ്. സ്വയം ചാവാൻ വേണ്ടി ചെയ്യുന്നവൻ മറ്റുള്ളവരെ കൊല്ലേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ മറ്റുള്ളവരെയും കൊന്നു സ്വയം ചാവാൻ നടക്കുന്നതിനാണ് ജിഹാദ് എന്ന് നമ്മൾ പറയുന്നത്. എത്രയോ കാലമായിട്ട് നമ്മൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതാണ് ജിഹാദ് എന്ന് നമ്മൾ എത്രയോ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവന് സ്വയം ചാവണമെങ്കിൽ അവൻ വിമാനത്തിൽ വെച്ച് ചാവണമെന്നില്ല, അല്ലാതെ എത്രയോ മാർഗ്ഗങ്ങളുണ്ട്. അവൻ ഏതെങ്കിലും മാർഗ്ഗം സ്വീകരിച്ചാൽ മതി. മറിച്ച് നിറയെ യാത്രക്കാരുമായിട്ട് വരുന്ന ഒരു വിമാനത്തിനുള്ളിൽ വെച്ചാണ് അവന് ഈ തോന്നൽ ഉണ്ടാവുന്നതെങ്കിൽ അതിന് പറയുന്ന പേരാണ് ജിഹാദെന്ന്. അവൻ സ്വയം ചത്തൊടുങ്ങി അവൻ്റെ കൂടെയുള്ളവരെ കൂടെ കൊന്ന് അവൻ്റെ വിശ്വാസം അനുസരിച്ച് സ്വർഗവും ഹൂറികളെയും കിട്ടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് അവൻ ചെയ്തത്. ഇവിടെയുള്ള മാധ്യമങ്ങളെ എത്ര പൊട്ടിയടിച്ച് വെളുപ്പിക്കാൻ നോക്കിയാലും ഇതിനൊരൊറ്റ വാക്കേ ഉള്ളൂ. ഈ സംഭവത്തിന് പിന്നിൽ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, അതാണ് ജിഹാദ്. അവൻ തന്നെ സമ്മതിച്ചു കഴിഞ്ഞു, അവൻ ചാവാൻ വേണ്ടി ചെയ്തതാണ്, മറ്റുള്ളവരെയും ഒപ്പം കൊല്ലാൻ വേണ്ടിയാണെന്ന്. അതിൻ്റെ അർത്ഥം തന്നെയാണ് ജിഹാദ് എന്ന് പറഞ്ഞ സാധനം. അവൻ ഒറ്റയ്ക്ക് ചാവാനാണെങ്കിൽ അവൻ ഈ കാണിച്ച പരിപാടിയൊന്നും കാണിക്കേണ്ട കാര്യമില്ല. ഇതിൻ്റെ മറ്റൊരു തരത്തിലുള്ള വലിയ രൂപമാണ് നമ്മൾ ഈ അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെൻറ്റർ തകർത്ത സംഭവത്തിലൊക്കെ നമ്മൾ കണ്ടത്. അതിൽ ഈ ചെയ്ത ആൾക്കാരും ഒക്കെ അതിൽ കൊല്ലപ്പെട്ടു. അതിനൊപ്പം തന്നെ ആ വിമാനത്തിലുള്ളവരെയും ആ വേൾഡ് ട്രേഡ് സെൻറ്ററിലുള്ളവരെയൊക്കെ കൊന്നിട്ടാണ് അവരത് ചെയ്തത്. അത് വലിയ ജിഹാദായിരുന്നു. ഇതൊരു പക്ഷേ അതിനേക്കാളും വലിയ ജിഹാദാവുമായിരുന്നു. ഇത് ചെന്ന് പതിക്കുന്ന സ്ഥലം എവിടെയാണോ ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച് ഉണ്ടാവുന്ന ആൾനാശവും മറ്റു നാശനഷ്ടങ്ങളുടെയൊക്കെ അതിന് ശേഷം മാത്രമേ നമുക്ക് തിട്ടപ്പെടുത്താൻ പറ്റൂ. അപ്പോൾ നടക്കാൻ പോയത് വലിയ ജിഹാദായിരുന്നു. ആ കൂടെയുള്ള സഹയാത്രികരുടെ അവസരോചിതമായിട്ടുള്ള ഇടപെടൽ കൊണ്ട് മാത്രം അവനെ പിടിച്ചറസ്റ്റ് ചെയ്തു. ഇന്നിപ്പോൾ അവൻ പോലീസിൻ്റെ കസ്റ്റഡിയിൽ എത്തി നിൽക്കുന്നു. നോക്കൂ, 100% ജിഹാദാണ് അവൻ നടത്താൻ ശ്രമിച്ചത്. കഷ്ടിച്ച് നമ്മൾ രക്ഷപ്പെട്ടു. നമ്മുടെ ഇടയിൽ പാലക്കാടുകാരനായിട്ടുള്ള ഒരു ജിഹാദി ഉണ്ടെന്നുള്ള അറിവ് ഇപ്പോൾ നമ്മളെ ഞെട്ടിക്കുന്നൊന്നുമില്ല. കാരണം എത്രയോ കാലമായിട്ട് നമ്മളിത് കേൾക്കുന്നതാണ്. ഇതുപോലുള്ള സംഭവങ്ങൾ ഇവിടെ ഉണ്ടാവുമെന്ന് നമ്മൾ എപ്പോഴും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അതിനാൽ ഇത് സംഭവം നടക്കുന്നതിന് മുമ്പ് പിടിച്ചു. ഇനി സംഭവം നടന്നു കഴിച്ചിട്ടാണല്ലോ ആ സമയത്തുള്ളൊരു ഞെട്ടൽ മാത്രമേ നമുക്കുണ്ടാവൂ. കാരണം ഇത്തരം കാര്യങ്ങൾ ഇവിടെ നടക്കും എന്ന ആ ഒരു മുന്നറിയിപ്പിലൂടെ തന്നെയാണ് ഇവിടെ കാഫിറുകൾ ജീവിച്ച് മുന്നോട്ട് പോകുന്നത്.